ഹലോ, നമസ്കാരം. ഇന്നത്തെ വിഷയം അതാണ്. കൊളോണിയലിസം എന്നുള്ളത് ഒരു പുരാതന സംഗതിയാണോ? ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കൊളോണിയലിസം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൊളോണിയലിസം പുരാതന കാലഘട്ടത്തിൽ അതിൻ്റെ വേറൊരു രീതിയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ വലിയൊരു സാമ്രാജ്യങ്ങളായിരുന്ന സമയത്ത് അവർ ഒരു പുതിയ നാടുകൾ പോയി കീഴടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ടാക്സ് എടുക്കുമായിരുന്നു. അവർ ഡയറക്റ്റായിട്ടുള്ളൊരു ഗവർണർ അവിടെ ഭരിക്കുകയായിരുന്നു. ആ ഭരിച്ചിട്ട് അവരുടെ ടാക്സ് മണി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് അവർ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സിസ്റ്റം കഴിഞ്ഞും ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ കൊളോണിയലിസം വന്നപ്പോൾ അവർ അമേരിക്കകളിലേക്കും ഏഷ്യയിലേക്കും വന്നു കച്ചവടക്കാരായിട്ട്, വെറും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ജനസംഖ്യയിൽ തുലവും തുച്ഛമായിരുന്നു. പക്ഷെ അവരുടെ ആയുധങ്ങളും അവരുടെ തന്ത്രം എന്ന് നമ്മൾ പറയുന്ന ചതിവുകൾ, ഒരാളുടെ നമുക്ക് ചതിവ് എന്നുള്ളത് അവരതിന് തന്ത്രം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളക്കാരായിട്ടുള്ള യൂറോപ്യൻസ് ആണെങ്കിലും അവർ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് അവർ അടിമകളെ പിടിച്ചു കൊണ്ടുപോയി. ഈവൻ അറബികളാണെങ്കിലും അടിമകളെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ കൺട്രികൾ അവർ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് അടിമപ്പണി എടുപ്പിച്ചു. നമ്മളുടെ ഒരുപാട് കൺട്രികളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ അതേപോലുള്ള കോളനികളിലൊക്കെ ഇന്ത്യക്കാരെയും കൊണ്ടുപോയിട്ടുണ്ട്, പണിയെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന്, പുരാതന സിസ്റ്റത്തിൽ എന്താ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, നമ്മളവിടെ വരുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് കൊള്ളയടിക്കുന്നു, അവിടെ കൊണ്ടുപോകുന്നു. ഉദാഹരണത്തിന് ബംഗാൾ ഫാമിൻ, ബംഗാളിലെ ഏറ്റവും വലിയ പട്ടിണി കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് അവർ ഭക്ഷ്യവസ്തുക്കൾ ലണ്ടനിൽ കൊണ്ടുപോയി. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ പട്ടിണി കടന്ന് ചാവുമ്പോൾ അവർ നമ്മൾക്ക് യാതൊരു വാല്യൂ തന്നിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും അമേരിക്കൻ മൂവീസുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ദിസ് മാറ്റേഴ്സ്, ദ സ്കിൻ, നമ്മളുടെ സ്കിൻ ടോൺ, അതായത് ബ്രൗൺ, ബ്ലാക്ക്, ഏഷ്യൻസ്, ദേ ഡോണ്ട് കൺസിഡർ ആസ് എ ഹ്യൂമൻ അറ്റ് ഓൾ. ലൈക്ക് അവർ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടേം ഉണ്ട്, തേർഡ് വേൾഡ് സാവേജസ്. അതായിരുന്നു, അതായത് നമ്മൾ വെറും മൃഗങ്ങൾക്ക് തുല്യമുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളയുന്നതിന് അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല. നമ്മൾ പട്ടിണിക്കിട്ട് കൊല്ലുന്നതോ അവർക്ക് യാതൊരു കുറ്റബോധവും വരുന്ന സംഗതിയല്ല. പക്ഷെ ഇപ്പോൾ മോഡേൺ ഡേയിൽ വേൾഡ് വാർ 2 ഈ യൂറോപ്യൻ കൺട്രീസ് നശിച്ചു സാമ്പത്തികമായിട്ട്. ഏതൊരു കൺട്രി യുദ്ധത്തിന് പോകുന്നോ, ആ യുദ്ധത്തിന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു, ആ കൺട്രി നശിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു യുദ്ധത്തിലോടുകൂടി സാമ്പത്തികമായിട്ട് പാപ്പരത്വമായി. അപ്പോൾ പാപ്പരത്വമായതുകൊണ്ട് കോളനികളെ എന്തുകൊണ്ട് അവർ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കോളനികൾ കയ്യിൽ വെക്കുന്നത് ലിയബിലിറ്റിയായി. കാരണം കോളനികളും നശിച്ചു. കോളനിയിലുള്ളവർക്ക് തിന്നാൻ കൊടുക്കണമെങ്കിലും അവിടുത്തെ ഗവൺമെൻറ് റൺ ചെയ്യണമെങ്കിലും സ്പെയിനെന്നോ അല്ലെങ്കിൽ ബ്രിട്ടനെന്നോ അതുപോലത്തുള്ള ഫ്രാൻസെന്നോ ഒക്കെ ഉള്ള കൺട്രികളിൽ നിന്ന് ഇങ്ങോട്ട് പണം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിനും പോലീസിനെയും ഒക്കെ സാലറി കൊടുത്ത് ഊട്ടിപ്പോറ്റാൻ അവർക്ക് കഴിയാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഓരോരോ രാജ്യങ്ങളായിട്ട് പതിയെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതോടുകൂടി തന്നെ നമ്മൾ വായിക്കേണ്ട നാഷണാലിസം, ദേശീയത എല്ലാ രാജ്യങ്ങളിലും ശക്തിപ്പെട്ടു. അടിമത്തത്തിനെതിരായിട്ടുള്ള ഒരു വികാരം നമ്മളുടെ ഉള്ളിൽ ശക്തിപ്പെട്ടു. പക്ഷെ അറ്റ് പ്രസൻറ്റ് നമ്മളെല്ലാം സ്ലേവ് ആണോ അതോ സ്വതന്ത്രരാണോ? ഒരാളെ അടിമപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അയാൾ അടിമയാണ് എന്ന് അറിയാതിരിക്കുന്നതാണ്. മോഡേൺ ഡേയിൽ ഇവർ 3 ടൂളുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന്, പണം. ഇവരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുക്കും. ഈ IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള വലിയ ബാങ്കുകളിൽ നിന്ന് കടം കൊടുക്കും. ഈ കടം അടയ്ക്കാൻ ഒരിക്കലും ആഫ്രിക്കൻ കൺട്രീസിനോ നമ്മളുടെ തേർഡ് വേൾഡ് കൺട്രീസ് ആയിട്ടുള്ള ഉള്ള സാധാരണ ഏഷ്യൻ കൺട്രീസിനോ കഴിയില്ല. അതുകൊണ്ട് നമ്മളുടെ സിംഹഭാഗവും റവന്യൂ പോകുന്നത് ഈ കടമടയ്ക്കാനായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, ആഫ്രിക്കയിലാണ് ഏറ്റവും റിച്ച് മിനറൽസും എല്ലാ സമ്പത്തും ഉള്ളത്. പക്ഷേ സ്റ്റിൽ ദേ ഓൾവേസ് ഫീൽ പുവർ. പിന്നെ രണ്ടാമത് അവരുടെ മിലിറ്ററി ബേസ് അവർ രാജ്യങ്ങൾക്ക് ഉൾപ്പെടുത്തിണ്ടാക്കാൻ നോക്കും. പപ്പറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കും. അവർക്ക് വേണ്ട എക്കോണമിക്കൽ പോളിസീസും ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസീസും അവർ നിർബന്ധമായിട്ട് ആ പാവ ഗവൺമെൻറ്റുകളിൽ കൂടെ അടിച്ചേൽപ്പിക്കും. മൂന്നാമത്തതൊന്ന്, അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ടെക്നോളജി. ഇപ്പോൾ ഒരു പക്ഷേ ഈ മുതലാളിത്തത്തോട് അനുഭാവപൂർവ്വം പെരുമാറുന്ന കൃസംഗികളെ പോലുള്ളവർ അല്ലെങ്കിൽ അതുമായിട്ടുള്ള രൂപത്തിലുള്ളവർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ അമേരിക്കയുടെ ടെക്നോളജി വേണം, അവരുടെ ഗൂഗിൾ മാപ്പ് വേണം, അവരുടെ ChatGPT വേണം, ഗൂഗിൾ വേണം, ഫേസ്ബുക്ക് വേണം, ഇൻസ്റ്റാഗ്രാം വേണം, പക്ഷെ നിങ്ങൾക്ക് മുതലാളിത്തം വേണ്ട. ഇത് തന്നെയാണ് ഇവിടുത്തെ ഡേഞ്ചർ. ഉദാഹരണത്തിന് ടിക്ടോക്ക് എന്നുള്ളൊരു സർവീസ്, ഒരു വീഡിയോ വ്ളോഗിങ് പ്ലാറ്റ്ഫോം ഇവിടെ ഫേമസ് ആയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ ബാൻ ചെയ്തു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ചൈനീസ് ഗവൺമെൻറ്റിന് പോകുന്നത് സെയിം തന്നെയാണ്. ഇപ്പം നമ്മളുടെ ഓരോ ക്ലിക്കും, ഗൂഗിളിലുള്ള ഓരോ ക്ലിക്കും നമ്മളുടെ ഒരു റവന്യൂ അങ്ങോട്ടേക്ക് പോകുന്നു. ഇഫ് എനിത്തിങ് ഈസ് ഫ്രീ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫ്രീ, യു ആർ ദ പ്രൊഡക്റ്റ്. നിങ്ങളെ വിറ്റാണ് അവർ കാശുണ്ടാക്കുന്നത്. നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ, ബൈയിങ് പാറ്റേൺ എല്ലാം അവർ നോക്കുന്നു. ഈവൺ വോയിസ് റെക്കഗ്നിഷനുള്ള മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് വരെയുള്ള ഡാറ്റ അവർക്ക് എടുക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന് IBM, ChatGPT, അതുമല്ലെങ്കിൽ മറ്റു AI സംവിധാനങ്ങൾ, മെറ്റ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പുകളും മെറ്റ, ഇവർക്കൊക്കെ എല്ലാം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് മിലിറ്ററി കോൺട്രാക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഡാറ്റ അവിടെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈവൺ വെനസ്വേലനെ ഈ അടുത്ത കാലഘട്ടത്തിൽ അമേരിക്കൻ ഗവൺമെൻറ് ഇൻവൈഡ് ചെയ്ത് കീഴ്പ്പെടുത്തിയപ്പോൾ അവർ യൂസ് ചെയ്തത് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. നാളെ നമ്മുടെ ഡാറ്റ അവിടെ പോകുമോ ഇല്ലയോ എന്നില്ല. നമ്മുടെ ഡാറ്റ ഓൾറെഡി അവിടെയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് വിൻഡോസാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റാണ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നും എപ്സ്റ്റീൻ ഫയലിൽ അയാളുടെ പേരെന്താണെന്നും വന്നിരിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ മോഡേൺ ഡേയിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മളെ അടിമത്വമാക്കണം. നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് വരെ അവർ തീരുമാനമെടുക്കുന്നു. ഉദാഹരണത്തിന് എലോൺ മസ്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ വരും. ഇതാണ് കൺസെപ്റ്റ്. വളരെ എളുപ്പവും വളരെ സിമ്പിളെന്ന് തോന്നുമ്പോൾ മോഡേൺ ഡേയിൽ നമ്മളെ അടിമകളാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് പോലെ വരെ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ അപകടകരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുകയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ ഇന്ത്യക്ക് ചെയ്യാവുന്നത്, നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. നമ്മളുടെ നാട്ടിലെ ആളുകളാണ് ഗൂഗിളിലും യൂട്യൂബിലും അങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള വലിയ വലിയ കമ്പനികളിൽ തലപ്പത്തിരിക്കുന്നത്. അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു സെർച്ച് എഞ്ചിൻ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലാറ്റ്ഫോം തുടങ്ങാനോ ഒന്നും പാടില്ല. നിങ്ങൾ ചൈനയെ ഉദാഹരണപ്പെടുത്തിയെടുക്കുക. അവരൊരിക്കലും ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു അമേരിക്കൻ കമ്പനിയുടെയോ സർവീസ് അവർ യൂസ് ചെയ്യില്ല. കാരണം അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഡാറ്റ അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ നിധി. ഡാറ്റയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ നിധി. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നെല്ലാം ഈ മെറ്റയ്ക്കും ഗൂഗിളിനും അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള അമേരിക്കയ്ക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് സ്ലേവ്സ് എന്നുള്ളത് ഒരു റിലേറ്റീവ് ടേമാണ്. നമുക്ക് വിശാല അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിക്കേണ്ടതാണ്. സോ നമ്മൾ പറഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയലിസം നോട്ട് എൻഡഡ്, ഇറ്റ്സ് ഇവോൾവ്ഡ് ഇൻ ടു എ ന്യൂ ഡയമെൻഷൻ. സോ അതുപോലുള്ള പാവ ഗവൺമെൻറ്റിനെ ഇവർക്ക് തുള്ളിക്കാനും ചാടിക്കാനും കഴിയുന്നതും അതുകൊണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജസ്റ്റ് കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.